സമയം 7:25. ഇത്രയും ശുഷ്കാന്തിരുന്ന് ഞാൻ പല്ലിയൊക്കെ തിരിച്ചറി. ഇന്ന് ലീവാന്ന്, സമാധാനത്തിൽ വീട്ടിലിരിക്കാന്ന് വെച്ചാൽ പക്ഷെ നടക്കൂല. അടുക്കളയിൽ പോയി നോക്കുമ്പോൾ ഒരുത്തന്നെ കൂറേലും പിടിക്കുന്നു. ആളുഷാറാട്ടെ, ഞാൻ വിചാരിച്ച പോലെ ഒന്നല്ല. പണി എന്നാ കിട്ടിയെന്ന് വെച്ചാൽ സൺതാട്ടനെന്ന് വെച്ച് കണ്ണൂരേക്ക് പോകണം. ഇയാളെന്തോ ഉടായ്പിൽ എന്നെ കൂട്ട് വിളിച്ചാന്ന്. ഞാൻ പിന്നെ കണ്ണൂർ എന്ന് പറഞ്ഞാൽ അവിടെ വെറുതെ ബസ്സിൽ കയറി അങ്ങ് പോയി. അയാളെന്ന് വെച്ച് ആടെ എത്തിക്കഴിഞ്ഞ പാടുണ്ട് പറയുന്നത് എനിക്ക് ഹോർലിക്സ് കൂച്ചണം അതിനൊന്നിച്ച് 2 പപ്സും കൂടി ഭംഗിക്ക് വാങ്ങി തരുമെന്ന് ചോദിച്ച ഉടനെ വാങ്ങി തന്നു കേട്ടാ. ഇയാളെ കുടിക്കുമ്പോൾ ഓരോ ഉടായ്പ പറയാൻ തുടങ്ങി. അന്നേരെ എനിക്ക് തോന്നി ആ സ്പോട്ടിൽ എന്നോടൊക്കെ പറഞ്ഞ് നീ ആടെ പുറത്ത് നിൽക്കും, ഞാനിപ്പം വരാം. എന്നിട്ട് ആ കാക്ക കാഷ്ടിക്കുന്ന സ്പോട്ടിൽ എന്നെ ആക്കിയിട്ട് ഇയാൾ പോയടോ. അവസാനം ഞാൻ ആടുന്ന് വായി നോക്കിയിട്ട് പണ്ടാരടങ്ങി 1 മണിക്കൂർ കഴിഞ്ഞ് തരാമെന്ന് എനിക്ക് പെട്ടെന്ന് ബോധം വന്നത്. ഞാൻ അപ്പോൾ ലാലേട്ടനെ വിളിച്ചു. ലാലേട്ട സ്പോട്ടിൽ എന്നെ കൂട്ടാൻ വന്നു. ഓൻ എന്നെ കൂട്ടിയിട്ട് പോയത് നേരെ ഹോട്ട് വീൽസ് വാങ്ങാൻ വേണ്ടിയിട്ട്. ഇതാണെന്നുണ്ടെങ്കിൽ പെണ്ണുങ്ങൾ തുണിയെടുക്കുന്നതിനൊക്കെ കഷ്ടം. എത്ര മണിക്കൂർ, 2-3 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഓൻ എന്നെ തിരിച്ച് ആ സ്പോട്ടിലേക്ക് തിരിച്ചു കൊണ്ടാക്കിയത്. ഞാനാടെത്തുമ്പോഴത്തേക്ക് എന്നെ ശാന്താട്ടനോടെ എത്തിനെ. ചങ്ങായി വന്ന ഉടനെ പറഞ്ഞു എനിക്ക് ബിരിയാണി എടുക്കാൻ കണ്ടൊരു രക്ഷയില്ല. എങ്ങനെയല്ലോ കണ്ട ഹോട്ടലിൽ കയറി ബിരിയാണി എടുക്കാൻ തുടങ്ങി. ഞാൻ പിന്നെ ഒരു പ്രൊഫഷണൽ ബ്ലോഗർ ഇല്ലാത്തതുകൊണ്ട് അധികം വീഡിയോസ് ഒന്നും എടുത്തില്ല. നല്ല ബിരിയാണി അത് തിന്നിട്ട് അവസാനം എണീച്ച് നടക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. എങ്ങനെയല്ലോ ബസ് കയറി നാട്ടിലെത്തിയിട്ട് ഞാൻ വെറുതെ മേലോട്ട് നോക്കിയത്. നോക്കുമ്പോൾ സമയം 6:45 വെളിച്ചം കാണില്ല. നല്ല സുഖം. പിന്നെ വീടായി, വീട്ടുവിശേഷങ്ങളായി. ഞാൻ ചത്തു. നാളെ കാണാം. ബൈ.